നമുക്ക് വീട്ടിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടും ഒരുപാട് സാധനങ്ങൾ നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. അലങ്കാരമായിട്ടും മറ്റുമൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന പല വസ്തുക്കളും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് തരുന്നുണ്ട്. അതായത് നമ്മുടെ സൗഭാഗ്യത്തെ കെടുത്തുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പല വീടുകളിലും നമുക്ക് നോക്കുമ്പോൾ അറിയാം, വീടിൻ്റെ പല മൂലകളിലും ഈ മുടി ചുരുണ്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം മുടി, നൂല്, വയറ്, കയറ് അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന വസ്തുക്കളെല്ലാം വളരെ ദോഷകരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കണം. എവിടെ നമ്മളൊരു മുടിയോ നൂലോ ചുരുണ്ട് കിടക്കുന്ന കണ്ടാലും അത് അപ്പോഴേ അവിടെ നിന്ന് മാറ്റി ഇതേക്കണം. അതേപോലെ തന്നെ നമ്മുടെ എൻട്രൻസിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഒരു കാരണവശാലും പാടില്ല. അടുത്തത് നമുക്ക് പറയാണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തുരുമ്പെടുത്ത സാധനങ്ങൾ. തുരുമ്പെടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ചില വീടുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും വണ്ടികൾ തന്നെ തുരുമ്പെടുത്ത് ഉപയോഗിക്കാത്ത രീതിയിൽ പല സ്ഥലത്തും വെച്ചാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് അവിടെ നിന്ന് ഉറപ്പായിട്ടും മാറ്റണം. അപ്പോൾ തുരുമ്പെടുത്ത വസ്തുക്കൾ നമ്മൾ വീട്ടിനകത്ത് വെക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പല ഫർണിച്ചറുകളും ഇത് കേടുപാടുകൾ വന്നത് നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഫർണിച്ചറുകളെല്ലാം നമ്മൾ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വർക്ക് ആകാത്ത ക്ലോക്ക്, പിന്നെ TV, ടേപ്പ് റെക്കോർഡർ അങ്ങനെയുള്ള വർക്കാകാത്ത സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലോക്കാണ്. ഒരു ക്ലോക്ക് സമയം തെറ്റിയിരിക്കുകയോ അല്ലെങ്കിൽ ക്ലോക്ക് നിശ്ചലമായിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അതുപോലെ സ്റ്റക്കാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു കാരണവശാലും ക്ലോക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ പല വീടുകളിലും അലമാരയിലെ ഗ്ലാസുകൾ പൊട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒന്നും നല്ലതല്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കണം. അതുപോലെ തന്നെ അടുക്കളയിൽ സൂക്ഷിച്ചുകൂടാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു മെഡിസിനും നമ്മൾ കിച്ചണിൽ സൂക്ഷിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്ന കണക്ക് ഉള്ള കാലം മൊത്തം നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണവശാലും അടുക്കളയിൽ മെഡിസിൻ വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ വാള്, തോക്ക് എന്നീ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്നത് നമുക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ വീടിൻ്റെ ചുറ്റും 4 സൈഡിലും ഒരു 5 അടി വീതിയിൽ ഒരു പിശാചി വീതിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളും ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ വീടിൻ്റെ 4 സൈഡ് ഒന്ന് കറങ്ങി നോക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒന്ന് മാറ്റി വീട് പൂർണ്ണമായും ഒന്ന് ശുദ്ധീകരിച്ച് വീട്ടിനകത്ത ഫർണിച്ചറുകളെല്ലാം ഇങ്ങോട്ടും എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതുമൂലം സാധിക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ വസ്തുക്കളൊന്നും തന്നെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല. അതുപോലെ പല ആൾക്കാരും ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീടിൻ്റെ മുകളിൽ ടെറസിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ എടുത്ത് തലയിൽ വെച്ചതുപോലുള്ളൊരു ഫീൽ ഉണ്ടാക്കും. അപ്പോൾ അത്തരം സാധനങ്ങൾ അവിടെയും വെക്കുന്നത് നല്ലതല്ല. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അപ്പോഴപ്പോഴും ഒഴിവാക്കുക. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പുതിയ പുതിയ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരികയുള്ളൂ എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.